നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞങ്ങളുണ്ടല്ലോ, ഞാനും കുട്ടൂസും പൊന്നൂസും പിന്നെ നമ്മുടെ കുട്ടൂസിന്റെ അങ്കി, ഞങ്ങളെല്ലാവരും കൂടെ ഉണ്ടല്ലോ, അതായത് നമ്മുടെ അളിയൻ, ഞങ്ങളെല്ലാവരും കൂടെ നല്ല അടിപൊളി ഒരു പരിപാടിയാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇതാ അവരുടെ ചെറിയൊരു അതിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടിയിലാണ് ഞാൻ കാണിച്ചു തരാം. അപ്പം കണ്ടോ, നമ്മുടെ അങ്കി, നമ്മുടെ കുട്ടൂസ്, നമ്മുടെ പൊന്നൂസ് എല്ലാവരും നമ്മുടെ ആ പരിപാടിക്ക് വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. അപ്പം പൊന്നൂസേ, നമ്മളെന്തോ ചെയ്യാൻ പോന്നേ? വെളുത്തുള്ളി പൊളിക്കുക. വെളുത്തുള്ളി പൊളിക്കാന്നുള്ള നമുക്ക് മനസ്സിലായി. ഇതാ നമ്മുടെ അങ്കി, നമ്മുടെ അളിയനൊക്കെ വെളുത്തുള്ളി പൊളിച്ചോണ്ടിരിക്കുകയാണ്. കുട്ടൂസേ, നമ്മളെന്തോ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞേ. കറിയാണോ? ഞങ്ങൾ ഇന്ന് മീൻ പൊള്ളിക്കാൻ പോവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ വറ്റപ്പാരാത. ഈ ഒരു മീനാണ് നമ്മൾ ചുട്ടെടുക്കാൻ പോകുന്നത്. എൻ്റെ കൈ നിൽക്കുന്നില്ല കേട്ടോ, നല്ല വലിയൊരു മീനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു മീനാണ് നമ്മൾ ചുടാൻ പോകുന്നത്. ഇതിനെ നമ്മളുണ്ടല്ലോ കുറേ മസാലയും പിന്നെ ഉള്ളി, സവോള ഇതൊക്കെ ഇതിനകത്തോട്ട് അങ്ങോട്ട് വെച്ചിട്ടുണ്ടല്ലോ. നമ്മൾ നല്ല വലിയ വാഴയിലേക്കകത്ത് പൊതിഞ്ഞിട്ട് നമ്മുടെ തീ കണലിനകത്തിട്ട് ചുട്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഈ മീനാണ് ഞങ്ങൾ ചുടാൻ പോകുന്നത്. പൊന്നൂസേ, നമുക്കിതങ്ങ് ചുട്ടാലോ? നീ ഒന്ന് പിടിച്ചു നോക്കി. അവന്റെ കൈ നിൽക്കുന്നില്ല കേട്ടോ. അപ്പൊ ഞാനും നമ്മുടെ പൊന്നൂസും കൂടെ നമ്മുടെ ഈ മീനെ ഒന്ന് വെട്ടിയെടുക്കുകയാണേ ചുടാൻ വേണ്ടിയിട്ട്. നമുക്ക് ആദ്യം തന്നെ ഈ മീനിനെ നല്ല അടിപൊളിയായിട്ടൊന്ന് വെട്ടിയെടുക്കാം നമുക്ക് ചുടാനായിട്ട്. അപ്പൊ നമ്മുടെ മീൻ നമ്മൾ വെട്ടി നല്ല വൃത്തിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് അതൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കഴുകുമ്പോൾ ഉണ്ടല്ലോ, ഇതിനകത്തെ ആ ഇതൊക്കെ നല്ലോണം നമ്മൾ കഴുകി കളയണം. അതേപോലെ തന്നെ മീനും നമ്മളൊരു 3-4 പ്രാവശ്യം നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ. ഇച്ചിരി ഉപ്പുണ്ടല്ലോ, ഉപ്പ് നമ്മുടെ മീനിന്റെ മുകളിലോട്ട് ലേശം തേച്ച് കഴുകി എടുക്കുകയാണേ. അപ്പൊ നല്ലോണം വൃത്തിയാവും മീൻ. അപ്പൊ നമ്മുടെ മീൻ നല്ല സൂപ്പറായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടോ, മീൻ നല്ല അടിപൊളിയായിട്ട് വൃത്തിയായിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ഇതിനെ ചൂടാൻ പോവാണ്. അപ്പൊ ഇതിനി ചൂടാനായിട്ടുള്ള മസാലയ്ക്കുള്ള സാധനങ്ങളൊക്കെ നമ്മുടെ കുട്ടൂസും നമ്മുടെ ചിഞ്ചുവാൻ്റിയൊക്കെ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ മസാല എല്ലാം കൂടെ ചേർത്ത് ഈ മീനെ ഒന്ന് അടിപൊളിയായിട്ട് ചുട്ടെടുക്കാൻ പോകണം. പിന്നെ ചുട്ടാലോ? അപ്പൊ നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കുറച്ച് സവാള എടുത്ത് ഇനി നമുക്ക് 2-3 തക്കാളിയും കൂടെ നമുക്ക് അരിഞ്ഞെടുക്കാം. കുട്ടൂസേ, ഈ തക്കാളി നമുക്ക് വട്ടത്തിൽ അരിഞ്ഞെടുക്കണം കേട്ടോ. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഉണ്ടല്ലോ, നമുക്കൊന്ന് ചതച്ചെടുക്കണം. ചതച്ചെടുത്തെങ്കിലേ ആ ഒരു ടേസ്റ്റ് വരുള്ളൂ നമുക്ക്. അപ്പം നമ്മുടെ മീനിന്റെ മസാലയ്ക്കുള്ള സാധനങ്ങളെല്ലാം നമ്മൾ അരിഞ്ഞു വെച്ചു. ഇനി നമ്മൾ മീനിനകത്തുണ്ടല്ലോ ഈ മസാല എല്ലാം കൂടെ, അതായത് നമ്മൾ ഈ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം കൂടെ നമ്മുടെ മീനിനകത്ത് പൊതിഞ്ഞിട്ടുണ്ടല്ലോ. നമ്മൾ ഈ മീൻ നമ്മൾ ചുട്ടെടുക്കാൻ പോവാണ്. നമുക്കേ ഇതിനകത്ത് ആദ്യം ചെറുതായിട്ടൊന്ന് വര ഇട്ട് കൊടുക്കാം. നമുക്ക് പതുക്കെ നമുക്ക് കുറച്ച് വര ഇതിനകത്ത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ മസാലയൊക്കെ ഇതിനകത്തോട്ട് ചെറുതായിട്ട് അവിടെ വര ഇട്ട് കിട്ടും. കൈ മുറിക്കല്ല് കേട്ടോ. അങ്ങനല്ല, അടുത്തല്ല. ഇപ്പൊ കുഴപ്പമില്ല, ഇവിടെ ഇട്ടു. നല്ല രീതിയിൽ നമ്മുടെ മീനൊന്ന് വരഞ്ഞു കൊടുക്കാം നമുക്ക്. കുറച്ച് മഞ്ഞപ്പൊടി നമ്മുടെ മീനിനകത്തോട്ട് നമ്മൾ ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. അപ്പോൾ
ഇത് നല്ല സൂപ്പർ കുരുമുളക് പൊടിയാണ് കേട്ടോ. ഈ കുരുമുളക് പൊടിയും കൂടെ നമുക്ക് ഈ മീനിൻ്റെ മുകളിലോട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. രണ്ട് സൈഡ് നമ്മൾ തിരിച്ചു മറിച്ച് നമ്മുടെ കുരുമുളക് പൊടിയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് കുറച്ച് നമ്മുടെ മീനിനകത്തോട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുപ്പ് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വിതറി കൊടുക്കാം. ഇനി നമ്മുടെ ഈ സവാള ഉണ്ടല്ലോ, സവാള നമ്മുടെ മീനിനകത്തോട്ട് നമുക്ക് നമ്മുടെ സവാള കുറച്ച് അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അല്ലേ കുട്ടൂസേ? വെച്ച് കൊടുത്ത് അതേപോലെ തന്നെ നമ്മുടെ കുറച്ച് തക്കാളിയും കൂടെ നമ്മുടെ മീനിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് തക്കാളി നമ്മൾ വെച്ച് കൊടുത്തു. നമ്മുടെ തക്കാളി നമ്മൾ വെച്ച് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ 5-6 പച്ചമുളക് നമുക്ക് മീനിനകത്തോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. 5-6 പച്ചമുളക് നമ്മൾ വെച്ച് കൊടുത്തു മീനിനകത്തോട്ട്. എന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ചതച്ച നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച ആ പേസ്റ്റും കൂടെ നമ്മൾ കുറച്ച് ഇതിനകത്തോട്ട് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അതേ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മൾ കുറച്ച് നമ്മുടെ മീനിൻ്റെ മുകളിൽ കൂടെ നമുക്ക് തേച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ മീനെ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ച് കൊടുത്തു കേട്ടോ. അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ സവോള നമ്മൾ വീണ്ടും നമ്മുടെ അതിൻ്റെ മുകളിലോട്ട് നമ്മുടെ കുറച്ച് സവോള നമ്മൾ എടുത്തു വെച്ചു. നമ്മുടെ തക്കാളി അതുപോലെ തന്നെ കുറച്ച് തക്കാളി നമ്മുടെ മീനിൻ്റെ മുകളിൽ തന്നെ നമ്മൾ വെച്ച് കൊടുത്തു. നമ്മുടെ പച്ചമുളക് നമുക്ക് വെച്ച് കൊടുക്കാം. പച്ചമുളക് വെച്ചോ. അപ്പം നമ്മുടെ മീൻ ഫുള്ളായിട്ട് നമ്മൾ ഫില്ല് ചെയ്തു. ഇനി നമ്മളിത് മടക്കാൻ പോവാണ്. നമ്മുടെ ഇല അങ്ങോട്ട് മടക്കി ഇല മടക്കിയിട്ടുണ്ടല്ലോ, നല്ല ഒന്നാന്തരമായിട്ട് ഇത് കെട്ടണം നമുക്ക്. അപ്പോൾ നമ്മൾ ഈ വാഴയിലക്കകത്ത് പൊതിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. വാഴയിലക്കകത്ത് പൊതിഞ്ഞെടുക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഫോയിലിട്ട് പൊതിഞ്ഞിട്ടെ അതിൻ്റെ മുകളിൽ നമ്മൾ പിന്നെയും 2 വാഴയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ മീനിന് നമ്മൾ പൊതിഞ്ഞതാ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ അളിയനുണ്ടല്ലോ, അളിയൻ ഇവിടെ തീയൊക്കെ ഇട്ട് റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകാൻ അറിയാം, ഇത് നേരെ നമ്മുടെ തീക്കകത്തോട്ട് നമ്മൾ വെച്ചു കൊടുക്കുകയാണ്. ഇതിൻ്റെ എല്ലാ സൈഡിലും നല്ല ഒന്നാന്തരമായിട്ട് നമ്മൾ തീ ആക്കണം. അപ്പം നമ്മുടെ മീനുണ്ടല്ലോ അരമണിക്കൂറോളം കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് എടുക്കാൻ പോകും കേട്ടോ. എടുക്കുമ്പോൾ അറിയാം നമുക്കിത് ഏത് പരുവത്തിലാണെന്ന് അറിയത്തില്ല. ഇത് നല്ലവണ്ണം വെന്തിട്ടുണ്ടാവണം. അരമണിക്കൂർ ആവശ്യം മതി ഒരു മീനിന്. അപ്പോൾ നമുക്കിത് എടുത്തിട്ടേ നമുക്കിത് പൊളിച്ച് നോക്കാം. എന്നിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ നമ്മുടെ മീൻ നമ്മൾ എടുത്തു തീക്കകത്തുനിന്ന്. അപ്പൊ നമ്മുടെ മീൻ നമ്മൾ പൊളിച്ച് നോക്കുവാണ്. ഇതേത് രീതിയിലാണെന്ന് നമുക്ക് അറിയത്തില്ല. നമുക്കിത് മണം അടിപൊളി മണമാണ് കേട്ടോ. സൂപ്പർ. പൊന്നുസേ എങ്ങനെയുണ്ട് അതിന്റെ മണം? അളിഞ്ഞു പോയതല്ല, അത് വെന്തതാണ്. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കേ അപ്പൊ നമ്മൾ ചുട്ടെടുത്ത നമ്മുടെ വറ്റമീൻ ഈ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ്. പൊന്നുസേ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അപ്പൊ നല്ല ചൂടോടെ തന്നെ ഞാൻ പൊളിച്ചെടുക്കുകയാണ്. നല്ല ചൊടിപൊളി ചൂടാണ് കേട്ടോ. ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ചൂടുണ്ട്.
സൂപ്പറാണല്ലേ, അടിപൊളി വെച്ചാൽ അടിപൊളിയാണ്. ആ കുരുമുളക് ഉണ്ടല്ലോ, കുരുമുളകും ഉപ്പും പിന്നെ ഈ എല്ലാം പച്ചക്കുള്ളതല്ല, നല്ല കുരുമുളക് മുന്നിൽ നിൽക്കുന്നുണ്ടോ, അതിന്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞങ്ങളെ ഇത് ഫുള്ള് കഴിക്കാൻ പോവാം. പൊന്നസി നമുക്ക് ഫുള്ളും കഴിച്ച് കിട്ടാലോ? മൊത്തം കഴിക്കോ? തരാം. കണ്ടോ ഇതിന്റെ മാംസമൊക്കെ നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. കണ്ടോ എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല. ഓഹോ സൂപ്പറാ, അടിപൊളിയാണ് കേട്ടോ. കുരുമുളകാണ് ഇതിന്റെ. പൊന്നസേ അപ്പൊ നമുക്ക് മൊത്തം കഴിച്ചു തീർത്താലോ? അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകാന്നറിയോ, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടല്ലോ ഈ ഫുള്ള് മീൻ കഴിച്ചു തീർക്കാൻ പോവാണ്. അപ്പൊ എന്താണെങ്കിലും ഞങ്ങളുടെ ഈ മീനിന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം ഈ വീഡിയോ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. തീർച്ചയായിട്ടും ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. തൽക്കാലം ഇവിടെ നിർത്തിയാലോ? ടാറ്റാ, ബൈ ബൈ. സൂപ്പറാണ്, ഒരു മീനിന്റെ മുള്ളാണ്. അങ്ങനെ മീൻ ഞങ്ങൾ മൊത്തം തിന്നു തീർത്തു.